ആയി. പിന്നെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നോ? എന്തുകൊണ്ട് വിശേഷങ്ങൾ? ചോറൊക്കെ കഴിച്ചോ? ചായ കുടിച്ചോ എല്ലാവരും? ചായയുടെ സമയമായി. മഴ ഇന്നില്ലായിരുന്നു കേട്ടോ. ഇന്ന് വയ്യോളം വെയിലൊക്കെ ഉണ്ടായിരുന്നു. ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ല കാര്യം. മഴ പെയ്താൽ ജോലിക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ട് തന്നെ. പിന്നെ ചേട്ടന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയില്ല, ചേട്ടൻ്റെ കാര്യം എപ്പോഴും പറയില്ല. ചേട്ടന് നല്ല പനിയായിരുന്നു. 2-3 ദിവസം, ഇപ്പോൾ 2 ആഴ്ചയോളമായി. ആശുപത്രി പ്രൈവറ്റിലും പോയി ഗവൺമെൻറ്റിലും പോയി, എന്നിട്ടൊന്നും ഒരു കുറവില്ല. കുറവ് കിട്ടുന്നുണ്ട്, ഇടവിട്ട് പനി കൊള്ളുക. അങ്ങനെ ഇപ്പോൾ മോൾ ഓട്ടോ വിളിച്ച് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ് കൂടെ ചെല്ലാമെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് വയ്യാത്തതുകൊണ്ട് എന്നോട് മോള് പറഞ്ഞു, അമ്മ വരണ്ട അമ്മ, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 2-3 ദിവസം കൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് മഴയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഈ മഴയത്ത് വാതിൽ മാത്രം ഇച്ചിരി തൂക്കത്തുള്ളായിരുന്നു. വാതിൽ ഒന്ന് തൂക്കത്തുള്ള. ഇപ്പോൾ ഈ കരിയിലയും അത് എല്ലായിടവും തൂക്കുന്നതാണ്. ഈ മഴ പിടിച്ച് 4 ചുറ്റിനും ഈ പ്ലാവും കരിയിലും റബ്ബറും കരിയിലൊക്കെ മണ്ണിനകത്ത് മൂടി കിടക്കുക. തൂക്കാൻ വലിയ പാടല്ലേ. ഒണ്ടും വെയിൽ വന്നപ്പം എല്ലായിടവും തൂത്തുവാരി. 4-5 ബക്കറ്റോളം ഉണ്ടായിരുന്നു. ഒട്ടും വയ്യാതെ തൂത്തുവാരി. എനിക്കെന്ന് വെച്ചാൽ ഈ വീടിനകത്ത് പാത്രം നിരന്ന് കിടക്കുന്നതും തുണി നിരന്ന് കിടക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. 4 ചുറ്റിനും അഴുക്കൊന്നും കിടക്കുന്ന ഇഷ്ടമല്ല. വൃത്തിയാക്കണമല്ല. നമ്മൾ എത്ര ദുഃഖം വന്നാലും എത്ര വിഷമം വന്നാലും എന്ത് വന്നാലും നമ്മുടെ മനസ്സിൽ ഒതുക്കി ജീവിക്കുക. അല്ലാതെ എനിക്കത് ഒരിച്ചിരി വൃത്തിയുണ്ട്. ഞാൻ വൃത്തിയായിട്ടേ ഞാൻ നടക്കത്തുള്ളൂ. നമ്മളുള്ള തുണി തല്ലിക്കഴുകി വൃത്തിയായിട്ട് നടക്കുക. എന്ത് വന്നാലും മനസ്സിലൊതുക്കുക. അത്രയേ ഉള്ളൂ. എൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. എനിക്ക് ഈ കെട്ട രീതിയിലൊന്നും നടക്കാനാകത്തില്ല. എനിക്ക് ഇച്ചിരി വൃത്തിയാണ്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അന്യരായാലും ബന്ധക്കാരായാലും ആരായാലും ഇപ്പോൾ ആരെങ്കിലും ഒന്ന് വരുന്നു, ഒരു ഗ്ലാസ് വെള്ളം അവർ മേടിച്ച് കുടിക്കണമെങ്കിൽ, പച്ചവെള്ളം മേടിച്ച് കുടിക്കണമെങ്കിൽ ഒരു വൃത്തിയുണ്ടെങ്കിൽ അവർ മേടിച്ച് കുടിക്കത്തുള്ളൂ. അതുകൊണ്ട് ആരെയും കുറ്റങ്ങളൊന്നും പറയുന്നതല്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറയുക, മറ്റുള്ളവരുടെ കാര്യമൊന്നും പറയില്ല. ഇപ്പം എന്നാൽ എല്ലാവർക്കും വൃത്തിയുള്ളവരാണ്. പണ്ടത്തെ പോലൊന്നും അല്ല. ഇപ്പം എല്ലാ ആൾക്കാർക്കും വൃത്തിയും കാര്യങ്ങളുള്ള. ഞാൻ എൻ്റെ സ്വയം കാര്യങ്ങൾ പറയുക കേട്ടോ. ആരും പൊങ്കാലയൊന്നും ഇടല്ലേ. പിന്നെ ഉച്ചയ്ക്ക് മീൻ മേടിച്ചായിരുന്നു കേട്ടോ. നമുക്ക് സ്ഥിരം ഒരു വണ്ടി വരും. അത് പൈസ കൊടുത്താലും കൊടുത്തില്ലേലും അത് ഒന്നിച്ചാണ് പൈസ കൊടുക്കുന്നത്. ചിലപ്പം കടം മേടിക്കും, ചിലപ്പം പൈസ കൊടുത്ത് മേടിക്കും. അങ്ങനെ 100 രൂപയുടെ കണ്ണൻ കോഴികളെ കിട്ടി. വലിയ കോഴികളെയായിരുന്നു. അത് മുളക് കറി വെച്ച്, തേങ്ങ അരയ്ക്കാനൊന്നും തേങ്ങയൊന്നും ഇല്ല. എൻ്റെ ചേട്ടൻ പണിക്ക് പോകാത്തതുകൊണ്ടൊന്നും ഇല്ല. ഇനി ചേട്ടൻ പണിക്ക് ഇറങ്ങണം. പനിയൊക്കെ മാറി പണിക്ക് ഭയങ്കര ഒക്കത്തുള്ളല്ല. അങ്ങനെ മുളക് കറി വെച്ച്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ആഹാരമൊന്നും കാണിക്കാത്ത, ചോറൊന്നും കറികളൊന്നും കാണിക്കാത്ത. അങ്ങനെ കറി വെച്ച് ചോറ് ഞാനൊരു ശകലം കഴിച്ച്. പിന്നെ കൊച്ചുമോന് രാവിലെയായിരുന്നു ട്യൂഷന്. അവന് നേരത്തെ വന്ന് 10-11 മണിയായപ്പം വന്ന്, 11:30 ആയപ്പം വന്ന്. പിന്നെ കൊച്ചുമോക്ക് രാവിലെ 10 മണിക്കായിരുന്നു അക്ഷരം പഠിപ്പിക്കാൻ വേണം ട്യൂഷനെ. അവൾ വന്ന് ചോറൊക്കെ കൊടുത്തിട്ട് ഇപ്പം അവർ ആശുപത്രി പോയി അവരുടെ കൂടെ പോകണമെന്നും പറഞ്ഞൊരു കരച്ചിൽ. അങ്ങനെ പിന്നെ നമ്മളും പോയി. പിന്നെ ഞാൻ എന്ത് പറയാനേ, ഇത്രയൊക്കെ ഉള്ളു. നിങ്ങളോർക്കും വീട്ടിലെ കഥ എപ്പോഴും പറയുന്നത്. ഞാനിത് എങ്ങൊന്നും കൊണ്ടുവരുന്ന കയ്യിൽ നിന്നിട്ട് പറയുന്ന കഥയൊന്നുമല്ല. എൻ്റെ വീട്ടിലെ സംഭവങ്ങളാണ് ഞാനിത് മൊത്തവും പറയുന്നത്. അല്ലാതെ എങ്ങൊന്നും കൊണ്ടുവരുന്ന കഥകളല്ല. നിങ്ങളൊക്കെ ഓർക്കുമായിരിക്കും ഇവളെപ്പോഴും ഇത് തന്നെയൊക്കെയാണെന്നാണ് പറയുന്നതെന്ന്. ഞാൻ എൻ്റെ വീട്ടിലെ കഥ ഞാനല്ലാതെ എന്തോ പറയുന്നത്. ഞാൻ വേറെ വീഡിയൊക്കെ പിടിക്കാൻ എൻ്റെ പൈസ എല്ലാം പോയി ഈ ഓരോരുത്തടുത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ടുപോയി വീഡിയോ പിടിച്ചിടാനൊന്നും എൻ്റെ പൈസ ഇല്ല. അതിനൊക്കെ പൈസ ഇറക്കണം. അതുപോലെ തന്നെ പാചകം ചെയ്തിടാൻ നമ്മൾ ഒരു കറിയും ഒരു ചോറും ആയിരിക്കും കഴിക്കുന്നത്. അതും വീടിനകമൊക്കെ കറുത്ത് ഇങ്ങനെ കിടക്കുക, പുകാറയൊക്കെ പിടിച്ച് പഴയ വീടാണ്. നമുക്ക് അതിനകത്തിട്ട് ചെയ്യാനും ഒന്നും വീഡിയോ പിടിച്ചിടാനും ഒന്നും ഒക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളാരും ഒന്നും ഓർക്കല്ലേ. പിന്നെ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം വീഡിയോ ഒക്കെ പിടിച്ചിടാം. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞിടുന്നത്. എനിക്കിതിനൊന്നും പറയാനൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ വീട്ടിലെ കാര്യം മാത്രമേ ഇങ്ങനെ പറയുന്നത്. എനിക്കൊന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ശരി, എന്നാൽ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് എനിക്ക് വയ്യ ഒട്ടും. ഇനി ഒന്നിച്ചിരി കിടക്കണം. തൂത്തുവാരി ഒത്തിരി ഉണ്ടായിരുന്നു കരിയില തൂത്തുവാരാൻ. എന്നാൽ ശരി. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്, ഞാൻ മറന്നുപോയി. എല്ലാവരും എനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് തരണം, ഷെയർ ചെയ്യണം, ബെൽബട്ടനെ അമർത്തണം. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്കും ഉണ്ട് കേട്ടോ, ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് രണ്ടിലും നിങ്ങൾ തരണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനൊക്കെ. വയ്യെങ്കിലും അതാണ് ഞാൻ ചെയ്യുന്നത്.
എനിക്ക് ഒരുവിധം കയറി കയറി വരുന്നുണ്ട്. എനിക്ക് ഒട്ടും ടൈം കൂടെ ആകണം. അന്നേരം ഞാനതാ വയ്യെങ്കിൽ ഇത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ ആ ടൈം അങ്ങ് കുറയും. അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വയ്യെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടുന്നത് കേട്ടോ. എന്തെങ്കിലും ഒന്നല്ല, എൻ്റെ വീട്ടിലെ കാര്യം തന്നെ ഞാൻ പറഞ്ഞിടുന്നത്. നിങ്ങളിതെല്ലാം കേട്ട് എനിക്ക് ലൈക്ക് തരണേ. ഞാൻ പാവം പിടിച്ചൊരു ചേച്ചിയാന്നേ കേട്ടോ. എന്നാൽ ശരി, എന്നാൽ ടാറ്റാ.